തെക്കൻ കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശത്തിൽ. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡല പര്യടനം ഇടത് സ്ഥാനാർത്ഥിക്കും പ്രവർത്തകർക്കും കൂടുതൽ ഊർജ്ജം പകരുന്നതായി മാറി. UDF, NDA സ്ഥാനാർത്ഥികളും വോട്ടർമാരെ കാണുന്ന തിരക്കിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വീറും വാശിയും ഇരട്ടിയാക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരം മണ്ഡല പര്യടനം നടന്നത്. നെയ്യാറ്റിൻകരയിൽ നടന്ന പരിപാടിയിൽ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ പങ്കെടുത്ത് സംസാരിച്ചു. വൈകുന്നേരം തിരുവല്ലം മൈതാനത്തും പേട്ടയിലും നടക്കുന്ന പരിപാടിയിലും മുഖ്യമന്ത്രിക്കൊപ്പം പന്ന്യൻ പങ്കെടുക്കും. ആറ്റിങ്ങൽ LDF സ്ഥാനാർത്ഥി V. ജോയിയുടെ പര്യടനം കരകുളം കായ്പാടിയിൽ മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട ശേഷം രാത്രി കന്യാകുളങ്ങരയിൽ പര്യടനം അവസാനിക്കും. തിരുവനന്തപുരം UDF സ്ഥാനാർത്ഥി ശശി തരൂർ പാർട്ടി പരിപാടികളിലും ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് അരുവിക്കര നിയോജക മണ്ഡലത്തിലെ പര്യടനത്തിലുമാണ്. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നെയ്യാറ്റിൻകരയിൽ കുടുംബയോഗത്തിലും ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി V. മുരളീധരൻ നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി M. മുകേഷ് ചവറ നിയോജക മണ്ഡലത്തിൽ സ്വീകരണം ഏറ്റുവാങ്ങി പ്രചരണം തുടരുന്നു. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ആരാധനാലയ സന്ദർശനത്തിലാണ്. NDA സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാറിന് ഇന്നും റോഡ് ഷോയാണ്. പത്തനംതിട്ടയിൽ തോമസ് ഐസക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 3 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രചരണത്തിന് എത്തി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.